ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ടീം ആൻഡ്രൻ 2025 CISF ട്രേഡ്സ്മാൻ ആൻഡ് ഡ്രൈവറിന്റെ ട്രേഡ് ടെസ്റ്റിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രേഡ് ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ എന്താണ് ട്രേഡ് ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ ഹൈ ബാർ ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. സോ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ക്വാളിഫൈഡ് ആയ എല്ലാവർക്കും എന്താണ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ രണ്ട്, അതായത് ഡോക്യുമെന്റേഷനും ട്രേഡ് ടെസ്റ്റിനും ക്വാളിഫൈഡ് ആയവർ ഡയറക്റ്റ് എന്താണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ആണ് ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ, അതായത് ട്രേഡ് ടെസ്റ്റിന്റെ ഡേറ്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് 7/11/2025 മുതൽ 22/11/2025 വരെ എന്താണ് ട്രേഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നടക്കുന്നതായിരിക്കും. ഡേറ്റ് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് രാജ്യത്തുടനീളമുള്ള 9 റിക്രൂട്ട്മെന്റ് സെന്ററിലാണ് ഈ ഒരു ട്രേഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഡോക്യുമെന്റേഷനും നടക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്താണ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF നമ്മുടെ വാട്സപ്പ് ചാനലിൽ അവൈലബിൾ ആണ്. വാട്സപ്പ് ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു PDF വാട്സപ്പ് ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വാട്സപ്പ് ചാനലിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ട്രേഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിനു മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്നുള്ളത്. സോ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡോക്യുമെന്റ്സ് എന്താണ് കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്ന്. ഫസ്റ്റ് വരുന്നത് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് 10th പാസ്സായ ഏതൊരാൾക്കും എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്ലൈ ചെയ്ത് കാണും നിങ്ങൾ. സോ ആ ഒരു 10th ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം എന്താണ് നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ 10th പാസിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ് വാലിഡ് HMV, അതായത് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് ലൈസൻസ് കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ LMV ആൻഡ് എന്താണ് ഗിയർ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ കാറ്റഗറി, അതായത് SC ST OBC EWS ഒക്കെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളവിടെ കൊണ്ടുപോകേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആണ്. അതായത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ റീസെന്റ് ആയിട്ട് എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ പ്രൂഫിൽ, അതായത് നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഐഡന്റിഫിക്കേഷൻ പ്രൂഫാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അത് നിങ്ങൾക്ക് ആധാറോ ലൈസൻസോ എന്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ട്രേഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് ട്രേഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ട്രേഡ് ടെസ്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ലൈറ്റ് വെഹിക്കിൾ, ഇതിന്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 50 ആണ്. അതുപോലെ തന്നെ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ് 25 മാർക്കാണ്. 25 മാർക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ടും സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ഹെവി വെഹിക്കിൾ ആണ്. അതിന് വരുന്നത് 50 മാർക്കാണ്. 50 മാർക്കിൽ എന്താണ് 25 മാർക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്തിരിക്കണം. സോ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ആണ്. അതായത് മോട്ടോർ മെക്കാനിക്കും ആൻഡ് എബിലിറ്റി ആ കാര്യങ്ങളുടെയൊക്കെ പ്രാക്ടിക്കൽ നോളജ് ആണ് വരുന്നത്. അതിന് നിങ്ങൾക്ക് എന്താണ് ടോട്ടൽ 30 മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നിങ്ങൾ എന്താണ് 15 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. സോ ഇത്രയാണ് നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് തിങ് നോക്കാൻ പോകുന്നത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതായത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടിങ് ആൻഡ് ഡ്രൈവിംഗ് പ്രോപ്പർലി, നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാനും എന്താണ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് യൂസിങ് ദ ക്ലച്ച് ബ്രേക്ക് ആൻഡ് ഗിയർ. ക്ലച്ച് ബ്രേക്ക് ഗിയർ ഒക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ് റിവേഴ്സ് എടുക്കാനും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ട്രാഫിക് റൂൾസ് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫൈനലി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ക് ആണ് ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യണം. മാക്സിമം ആക്സിഡൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ കാർ, ജീപ്പ്, വാൻ, ടാക്സി, ഇത്രയും ഇതിനെക്കുറിച്ചുള്ള അതാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് എന്താണ് 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ 25 മാർക്ക് നിങ്ങൾ മസ്റ്റായിട്ട് സ്കോർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ക്വാളിഫൈഡ് ആവത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ലാർജ് വെഹിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ
ലാർജ് വെഹിക്കിൾസ് ഒക്കെ നിങ്ങൾ ഓടിക്കാനായിട്ട്, അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ലാർജ് വെഹിക്കിളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയണം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് വിത്ത് എ ലോഡ്, അതായത് ലോഡ് നിങ്ങൾക്ക് എന്തായാലും ലോഡൊക്കെ കൊണ്ടുപോകേണ്ടി വരും. സോ നിങ്ങൾ എന്താണ് ലോഡ് വെച്ചിട്ട് ആ വണ്ടി ഓടിക്കാൻ മാക്സിമം നിങ്ങൾ എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് യൂസ് ഓഫ് ദി ബ്രേക്ക് ആൻഡ് ക്ലച്ച്, ബ്രേക്ക് ക്ലച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കണം. സോ ഇത്രയാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്താണ് സേഫ് ഡ്രൈവിംഗ് ഓൺ ദ റോഡ്. സേഫ് ആയിട്ട് നിങ്ങൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ വരുന്നത് എന്താണ് ട്രക്ക്, ബസ്, ടാങ്കർ, ലോറി തുടങ്ങിയതിൻ്റെ ടെസ്റ്റാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് എന്താണ് 50 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 25 മാർക്ക് നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് എഞ്ചിൻ ഓപ്പറേഷൻ, എഞ്ചിനൊക്കെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതാണ് ഫസ്റ്റ് വൺ വരുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ചെക്ക് ചെയ്യാനും ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റിപ്പയർ മൈനർ ഫോൾട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. റിപ്പയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ എന്താണ് പഞ്ചേഴ്സ്, അതായത് ടയർ പഞ്ചേഴ്സ് ഒക്കെ എന്താണ് റിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിച്ചിരിക്കേണ്ടത്. പ്രാക്ടിക്കൽ നോളജിന് നിങ്ങൾക്ക് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. സോ അതിൽ 15 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ട്രേഡ് ടെസ്റ്റിൽ വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ്, അതായത് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് റിട്ടേൺ എക്സാം ആണ്. റിട്ടേൺ എക്സാമിൻ്റെ പ്രോസസ്സ്, അതായത് റിട്ടേൺ എക്സാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ സബ്ജക്റ്റ് വരുന്നത് ജനറൽ നോളജ് ആണ്. ജനറൽ നോളജിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യന് 20 മാർക്കിന് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സ് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീസണിങ് ആണ്, 20 ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 20 മാർക്കിന് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എബിലിറ്റി ടു ഒബ്സർവ്, റീസണിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫൈനലി വരുന്നത് എന്താണ് ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് 20 മാർക്ക് 20 ക്വസ്റ്റ്യൻ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ ടൈം അലോഡ് ചെയ്യുന്നത് 120 മിനിറ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ട്രേഡ് ടെസ്റ്റിനെ കുറിച്ചും ഡോക്യുമെന്റേഷനെ കുറിച്ചും എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചും ഡോക്യുമെന്റ്സിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ 2 പ്ലാറ്റ്ഫോംസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഒന്ന് നമ്മളുടെ ടെലഗ്രാം ചാനലാണ്, ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് PDF, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ്, ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ചാനലാണ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ചാനലാണ്. കാരണം ജോബിൻ്റെ വേക്കൻസി ആയാലും പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആയാലും തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ട്രേഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഡോക്യുമെൻറ്റേഷൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നത്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് ട്രേഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.